ത്തിൽ നിന്നും സൂര്യനസ്തമിക്കാത്ത നാട് എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരൻ്റെ ഭരണത്തിൽ നിന്നും നമ്മുടെ ഭാരതത്തെ മോചിപ്പിക്കാൻ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ തന്നെ ബലിയഴി കഴിക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി. നിരവധി സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ബലിപീഠത്തിൽ അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ ആ സഹന സമരത്തിൻ്റെ പ്രവർത്തനത്തിൽ അവരെയൊക്കെ സ്മരിച്ചും അവരുടെ വലിയ സംഭാവന നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, നമ്മുടെ മുൻ തലമുറ വളരെയധികം കഷ്ടപ്പെട്ട് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ല. ഇനിയും ഒരു ശക്തിയും നമ്മളെ കീഴടക്കുവാൻ പാടില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ഭാരതീയർക്കും ഉള്ളതാണ്. ആ മഹത്തായ തത്വം നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്നേഹവീട്ടിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ ദേശീയ പതാക ഞാനിവിടെ ഉയർത്തുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് തവണ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മളീ കാണുന്ന ഈ വളർച്ചയ്ക്കെല്ലാം നിദാനമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹോദര്യവും മതേതര ചിന്തകളുമാണ്. ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കാതെ എല്ലാവരെയും എല്ലാ മതത്തിനെയും ഒന്നായി കണ്ടുകൊണ്ട് ഏകദൈവ വിശ്വാസികളായി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്. ഇവിടെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്നത് മുഗൾ വംശ രാജാക്കന്മാരാണ്. നമ്മളെല്ലാവരും പറയുന്നത് പോലെ മുസ്ലിം ഭരണകൂടം എന്ന് പറയുന്ന ആ രാജാക്കന്മാർ അന്നും അവർ മതത്തിന് കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കാതെ തന്നെ എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി. 60 വർഷക്കാലം ഇവിടെ ഭരിച്ച ജനാധിപത്യ ഗവൺമെൻറ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വളർച്ചയ്ക്കും നിദാനമായി മുമ്പോട്ട് പോകുമ്പോൾ തുടർച്ചയായി വരുന്ന ഗവൺമെൻറ്റുകൾ അതിൻ്റെ പിന്തുടർച്ചയായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും ഈ രാജ്യം വളരെ വികസന മുന്നേറ്റങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുള്ള നമ്മളെല്ലാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം അതിൻ്റെയൊക്കെ കണ്ടുപിടുത്തവുമായി മുമ്പോട്ട് നമ്മുടെ രാജ്യം പോകുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾക്ക് അവരുടെ എല്ലാം ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം നമ്മളെല്ലാവരും കണ്ടു. അതുമൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സമരത്തെയും അടിച്ചമർത്താതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഒരു ഭാഗമായി അവർക്ക് ഈ സമരങ്ങളടക്കം ചെയ്യാൻ കഴിയുന്നത് ഈ രാജ്യം നിലനിന്ന് പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇന്ന് ഇത് ആഘോഷിക്കുമ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച, അഹോരാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, ജീവൻ ബലിയർപ്പിച്ച ഓരോ ആളുകളെയും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല.
അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ നമ്മളെ 100 വർഷം ഭരിച്ച് മുടിച്ച ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങൾ, അഹിംസയെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ അവരുടെ സമരമുറകൾ, അതൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ തുടർന്നു പോരുന്നത്. പല രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും നമ്മൾ അതിലൊന്നും പെടാതെ സമാധാനത്തിൻ്റെ ഒരു അടിത്തറയിലൂടെ മുമ്പോട്ട് പോകുന്നത് അന്ന് അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യം അഹിംസയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ഭയക്കാതെ സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അതിൻ്റെ ഭാഗമാകുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ കഴിയുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി പടുത്തുയർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 80ാമത് പിറന്നാൾ സ്വാതന്ത്ര്യം നമ്മൾ വളരെ ഭംഗിയായി ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന് ഡയറക്ടർ അടക്കമുള്ള എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജീവൻ ബലിദാനികൾ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സഹന സമരം, അഹിംസയിൽ ഊന്നിക്കൊണ്ട് അക്രമമില്ലാതെ ഒരു രാജ്യത്തെ എങ്ങനെ ഒരു സമരത്തിൽ കൂടി സ്വതന്ത്രമാക്കാം എന്ന് നമ്മളെ കാട്ടിത്തന്ന നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെയൊക്കെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഭാരതം അതിൻ്റെ 100ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ 1-ാം നമ്പർ രാഷ്ട്രമായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശം, ആ ഉദ്ദേശത്തോടു കൂടി നമുക്കേവർക്കും നമ്മുടെ ഭാരതത്തിന് നമുക്കിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം വളരെ പൂർവാധികം ഭംഗിയായി രാജ്യത്തിനെതിരായി വരുന്ന വിഘടനവാദങ്ങൾക്കൊക്കെ എതിരായി മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സാഹോദര്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കാതെ, നഷ്ടപ്പെടാതെ നമുക്ക് എന്നും ഉയർത്തിപ്പിടിക്കുവാൻ ഓരോ ഭാരതീയനും കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഭാരതത്തിൻ്റെ ഈ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. നമസ്കാരം. സ്നേഹവീട് കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാജ്യം 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മളും അതിൻ്റെ ഭാഗമായി നമ്മളും ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയവർ, സ്നേഹം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ എല്ലാം വലിയൊരു കൂട്ടായ്മയിൽ നിന്നാണ് നമ്മൾ സ്നേഹവീടെന്ന് പറഞ്ഞ വലിയൊരു കുടുംബം പടുത്തുയർത്തി നടത്തിയിരിക്കുന്നത്. നമുക്കും ഇന്ന് വലിയൊരു സ്നേഹദിനം മാത്രമല്ല, സ്വാതന്ത്ര്യദിനം മാത്രമല്ല, ഒരു സ്നേഹദിനം കൂടിയാണ്. നമ്മുടെ ഈ സ്നേഹദിനത്തിനും സ്വാതന്ത്ര്യദിനത്തിനുമുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് സ്നേഹവീട് കുടുംബത്തിലെ ഓരോ അച്ഛന്മാരും നിങ്ങൾക്കായി ആശംസ അറിയിക്കുന്നു. ഭാരതത്തിൻ്റെ മാലാഖയായ ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര സേനാനികളും നമ്മളെ വിട്ടുപിരിഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി സംഹാര താണ്ഡവമാടി നമ്മളോട് മൺമറഞ്ഞു പോയ ആ ജനതയ്ക്കും അവരെയും സ്മരിച്ചുകൊണ്ട് സ്നേഹവീടിൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും 80ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ എല്ലാവർക്കും നമ്മൾ നേർന്നുകൊള്ളും. നന്ദി.